അതായത് മനസ്സിലാക്കാൻ പോകുന്നുണ്ട്. പഴയ ഒരു ബന്ധം, ഇന്ത്യ അമേരിക്ക ബന്ധം തിരിച്ചു വരാൻ പാടാണ്. ഒന്നിൽ പറഞ്ഞങ്ങ് പിരിയുവാണ്, അങ്ങനല്ല. കാരണം ഇന്ത്യ ഒരു ഡിപ്പെൻഡബിൾ രാജ്യമാണ്. ഈ സംഭവത്തിലൊന്നും നമ്മൾ ഈ നാലാമത്തെ വലിയ എക്കോണമി എന്നൊക്കെ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഈ സംഭവം നമുക്കറിയാം, നമ്മുടെ ഓരോ ആൾക്കാരുടെ GDP കഴിഞ്ഞിട്ട് പെർ ക്യാപിറ്റ എത്രയാണ് നമ്മുടെ സംഭവം എന്നുള്ളത്. അതായത് ജപ്പാൻ പോലെയും അതേപോലെ ജർമ്മനി പോലെയാണ് നമ്മുടെ എക്കോണമി. ഇത് പറയുമ്പോൾ സൈസ് ഓഫ് നമ്പേഴ്സ് പറഞ്ഞു കഴിയുമ്പോൾ എക്കോണമി പറയുമ്പോൾ ഇങ്ങനെയാണ്. പക്ഷേ ഇന്ത്യയുടെ ജനസംഖ്യ വളരെ കൂടുതലാണ്. ഇതിൻ്റെ റിഫ്ലക്ഷൻ തന്നെയായിട്ടാണ് UAE-യുടെ UAE കിങ്, അതായത് ഇപ്പോഴത്തെ റൂളർ പാകിസ്ഥാനിൽ പോയിരിക്കുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി ജോർദാനിൽ പോയി. ഏറ്റവും വലിയ അവഹേളനം ഉണ്ടായി. അതായത് ബേസിക്കലി ഇത് ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി അവിടെ പോകുമ്പോൾ എയർപോർട്ടിൽ വന്ന് സ്വീകരിക്കേണ്ടതാണ്. ആൾ വന്നില്ല. അതായത് ഇന്ത്യയെ പൂർണ്ണമായിട്ട് ഇൻസൾട്ട് ചെയ്തത്. ബേസിക്കലി ഡിപ്ലോമസി അറിയാവുന്നവർക്കറിയാം, ഇൻസൾട്ട് ചെയ്തു. അതിന് തൊട്ട് മുമ്പ് ഇറാഖിൻ്റെ പ്രധാനമന്ത്രിയും പ്രസിഡന്റ് അവിടെ പോയി കഴിയുമ്പം എയർപോർട്ടിൽ പോകും. അങ്ങനെയാണ്. ജോർദാൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു രാജ്യമാണ്. അതായത് ഇന്ത്യയെ അവഹേളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പം ഇതിനകത്ത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തും അനലൈസ് ചെയ്തും മനസ്സിലാക്കണം ഈ പറഞ്ഞ പല പോയിന്റുകളും ശരിയാണോ അല്ലയോ. ഏതൊക്കെ രീതിയിലാണ് അമേരിക്കയാണെങ്കിലും യൂറോപ്പ് ആണെങ്കിലും അറേബ്യൻ രാജ്യങ്ങളും ഇന്ത്യക്കെതിരെ തിരിയുന്നത് മനസ്സിലാക്കുക. ഈ സന്ദർഭത്തിലൊക്കെ കയറിപ്പോകുന്നൊരു സംഭവമുണ്ട് മുൻപന്തിയിലോട്ട് പാകിസ്ഥാൻ. അതേപോലെ ചൈന അവരുടെ ഇൻഫ്ലുവൻസ് കംപ്ലീറ്റ് ആയിട്ട് എല്ലായിടത്തും അത് കൊണ്ടുപോവുകയാണ്. അതായത് ഗെയിം പൂർണ്ണമായിട്ടും മാറി. അതായത് വലിയ മാറ്റമൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഈ പറയുന്ന ഇന്ത്യൻ എക്കോണമിയുടെ GDP 8.2 എന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നില്ല. ഫോറിൻ റെമിറ്റൻസ് ഏറ്റവും മോശമായ അതിൻ്റെ പേരിൽ തന്നെയാണ് ഇന്ത്യൻ എക്സ്റ്റേണൽ അഫയേഴ്സ് സെക്രട്ടറി പറയുന്നത് ഈ പ്രത്യേകം ഈ സംഭവം ഒന്ന് സെറ്റിൽ ചെയ്യണം. ഇതാണ് സ്ഥിതി. അതായത് ന്യൂ ഇയർ ആയിട്ട് ട്രംപ് ഇന്ത്യക്ക് കൊടുത്ത അടുത്ത സമ്മാനമാണ് ഗ്രീൻ കാർഡ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.